അൻസിബയും ഋഷിയും അഭിഷേകും കൂടി രാത്രി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അവിടെ ജാസ്മിനും റസ്മിനും തമ്മിലുണ്ടായ വഴക്കാണ്. റസ്മിന്റെ അടുത്ത് സംസാരിച്ചു എന്നാണ് അവിടെ അൻസിബ ഇരുന്ന് പറയുന്നത്. അവിടെ റസ്മിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തെറ്റ് ചെയ്തത് ജാസ്മിൻ ആണ് എന്നാണ് അവിടെ അവർ പറയുന്നത്. ജാസ്മിൻ അതുപോലെ പ്രവോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ പ്രവോക്ക് ചെയ്ത് അവിടെ ഗ്യാസ് വന്ന് ഓഫ് ചെയ്തപ്പോഴാണ് റസ്മിൻ പ്രതികരിച്ചത്. അതിൽ റസ്മിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് അവിടെ അൻസിബയുടെ വാദം. അൻസിബയാണ് അവിടെ നിന്നിരുന്ന വ്യക്തി, അഭിഷേകും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് അങ്ങനെയാണ് എന്നുള്ളത് റസ്മിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് റസ്മിൻ അത് മനസ്സിലായത് എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൻസിബ മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ജാസ്മിനെ പോലെ ഇത്രയും അഹങ്കാരിയായ, മറ്റുള്ളവർക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഇവളെ എന്തിനാണ് ഇവിടെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അൻസിബ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ജാസ്മിനൊക്കെ പുറത്തുവിടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അവിടെ അൻസിബയുടെ വാദം. അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലാണ് മറ്റുള്ളവരടുത്ത് ബഹുമാനിക്കാനോ മറ്റുള്ളവരടുത്ത് മര്യാദയ്ക്ക് പെരുമാറാനോ ഒന്നും അറിയില്ല ജാസ്മിനെ എന്ന് അൻസിബ അവിടെ പറഞ്ഞു വരുന്നത്. ജാസ്മിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ളത് ശ്വേതയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അൻസിബയ്ക്ക് കഴിഞ്ഞു എന്നും അൻസിബ പറയുന്നുണ്ട്. ശ്വേതേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ശ്വേതേച്ചി പറഞ്ഞു അൻസിബ ഉള്ളത് കൊണ്ട് അവിടെ അത്രയും വഴക്ക് ചുരുങ്ങി കിട്ടി, അല്ലെങ്കിൽ അത് അതിലും വലുതായി പോയേനെ എന്നാണ് ശ്വേത ചേച്ചി എന്നോട് പറഞ്ഞത് എന്നും അൻസിബ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. റസ്മിന്റെ അടുത്ത് അത്രയും മോശമായിട്ട് അവിടെ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് റസ്മിൻ അങ്ങനെ റിയാക്ട് ചെയ്തതെന്നും അതിൽ റസ്മിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല എന്നുമാണ് അവരവിടെ ഇരുന്ന് പറയുന്ന മറ്റൊരു കാര്യം. എന്നിട്ട് ജാസ്മിന്റെ വക ക്ഷമിച്ചു എന്നുള്ള ഒരു നാടകവും ജാസ്മിൻ നടത്തിയെന്നാണ് അവർ പറയുന്നത്. അവിടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ജാസ്മിൻ അവിടെ അഭിനയിച്ച് തകർത്തത് എന്നാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജാസ്മിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ജാസ്മിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ക്ഷമിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് റസ്മിനെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് അവിടെ ജാസ്മിൻ നടത്തിയതെന്നും ഇനിയിപ്പോൾ എന്തായാലും റസ്മിനെ ഞങ്ങളായിട്ട് ഉപദേശിക്കാൻ പോകുന്നില്ല എന്ന് അഭിഷേക് അവിടെ പറയുന്നുണ്ട്. ഇനിയും ഉപദേശിച്ചിട്ട് നമുക്ക് ഗെയിം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ലല്ലോ എന്നൊരു കാര്യവും അഭിഷേക് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ അഭിപ്രായത്തിൽ അവിടെ ജാസ്മിനും റസ്മിനും തമ്മിലുണ്ടായ വഴക്കിൽ റസ്മിന്റെ ഭാഗത്താണ് ന്യായമെന്നാണ് ഇവർ പറയുന്നത്. ജാസ്മിൻ അതുപോലെ പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് റസ്മിൻ പെട്ടെന്ന് കയറി അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നാണ് അൻസിബയും ഋഷിയും അഭിഷേകും ഒക്കെ ഇരുന്ന് പറയുന്നത്.